ധൃതിന്ന് വീടും പൂട്ടി ഇറങ്ങുന്നത് വേറെങ്ങും പോകാനല്ല കേട്ടോ. അതേപോലെ തന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അവൾക്കാണെങ്കിൽ സമയമില്ലാണ്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത നേരത്തെ അവനാണ് ഷൂ ഇടാണ്ട് ഇറങ്ങൂല എന്നുള്ള വാശി. അങ്ങനെ ഒരുവിധം തപ്പിപ്പറിക്കൊക്കെ വണ്ടി കയറി നേരെ വീട്ടിലോട്ട് ചെന്ന പാടെ അടുക്കളയിൽ കയറുന്നുണ്ടാന്ന് പലരും ചിന്തിക്കും. നേരെ വേറെ എങ്ങോട്ട് പോകാനല്ലേ. അങ്ങനെ അവൾക്ക് ഓൺലൈനിൽ നിന്ന് വന്ന തേങ്ങ പൊട്ടിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വാക്കത്തി കൊണ്ട് പൊട്ടിക്കാനായിട്ട് അവൾക്കറിയാൻ പാടില്ല, എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഓൺലൈനും റിവ്യൂവും അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാട്ടോ അവളിത് ഓർഡർ ആക്കിയത്. പക്ഷേ അവൾ കുറേ നേരം അടിച്ചിട്ട് ഒക്കാഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്ന്. ഞാനും കുറച്ചൊക്കെ അടിച്ചു പോയി കഴിഞ്ഞപ്പോൾ അത് ഒക്കാഞ്ഞിട്ട് അവക്കടെ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ മാറി മാറി കുറേ നേരമൊക്കെ തല്ലി പൊട്ടിച്ച് ലാസ്റ്റ് ടൈല് പൊട്ടുമെന്നായി കഴിഞ്ഞപ്പോൾ അടിയിൽ തുണി വെച്ചിട്ട് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടോ. കുറേയൊക്കെ എഫേർട്ട് എടുത്ത ശേഷമായിട്ട് ചെറിയൊരു വിള്ളൽ വീണത്. ആ വിള്ളൽ വീണ ഗ്യാപ്പിൽ ഞങ്ങൾ അത് വെച്ചിട്ട് പിന്നെയും പൊട്ടിക്കാൻ നോക്കി. എന്തായാലും റിവ്യൂ കാണുന്ന കൂട്ടൊന്നും ഈസി അല്ല കേട്ടോ. അതോ ഞങ്ങൾ പൊട്ടിച്ചിട്ട് ആവാൻ്റാണോന്ന് അറിയില്ല. വന്ന തേങ്ങ വെള്ളം ഫുള്ള് ഞാൻ പിടിച്ചെടുത്തു കേട്ടോ. തേങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വെള്ളം ഊറ്റിയെടുത്തിട്ട് പിന്നെ ഒരുവിധം പൊട്ടിച്ചു. മെയിനായിട്ട് ഈ മുതലിനെ കാണാനാണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ വലിഞ്ഞു കയറി വരുന്നത്. എന്താണോ അതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു നിഷ്കളങ്കത തോന്നും കേട്ടോ. നിഷ്കൂന്നാട്ടോ ഞാൻ പേരിട്ടേക്കുന്നത്. പിന്നെ അവിടെ ഇരുന്ന് നട്ടാപ്രം ഉച്ചയ്ക്ക് അവളെനിക്ക് കപ്പലണ്ടിയും കാറ്റിയും ഒക്കെ തന്നെ എൻ്റെ വയറ് നിറച്ചു. അതാകുമ്പോൾ ചോറ് തരണ്ടല്ലോ. അങ്ങനെ അതിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം ചോറുണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിക്കാൻ ആൾ വന്ന്. അവിടെ ഇറങ്ങിയപ്പോഴേക്കും ഇപ്പോൾ അടുത്തൊരു ഹെലികോപ്റ്റർ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാട്ടോ. ഞങ്ങളുടെ എല്ലാവരും പനി കഴിഞ്ഞ് നിൽക്കാക്ക കേട്ടോ. നേരെ അവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് അവിടുന്ന് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് ഇറങ്ങിയിട്ടാ. പോണ വഴിക്ക് എനിക്ക് പായസം കുടിക്കണമെന്ന് പൂതിയുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ സേമിയോ വെക്കാറുള്ളൂ. ഇക്കൊക്കെ സേമിയോ കുടിക്കുന്നത് കൊണ്ട് പാലട അത്ര പുള്ളിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അതും മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.